A very good morning everyone. Welcome everyone to Kerala Express powered by Sanju Samson Foundation. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ പാടത്തും വരമ്പത്തുമൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് തന്നെ ഹാർഡ് ബോൾ ക്രിക്കറ്റിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കൂട്ടുന്നുണ്ട്, അതായത് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവർക്കായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമ്മുടെ പ്രിയ താരം സഞ്ജു സാംസണും സഞ്ജു സാംസൺ ഫൗണ്ടേഷനും ഒരുക്കുന്നത്. അതായത് 25ഓളം ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ബോളേഴ്സിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്നും ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വിന്നേഴ്സ് ആകുന്നവരെ കാത്തിരിക്കുന്നത് പ്യൂമ, അതായത് പ്രമുഖ ബ്രാൻഡായിട്ടുള്ള പ്യൂമ ഒരുക്കുന്ന വലിയൊരു സ്പോൺസർഷിപ്പ് മാത്രമല്ല, വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ, ഫിനാൻഷ്യൽ ബാക്കപ്പ്, എക്സ്പേർട്ട് ട്രെയിനിങ് ഒക്കെ തന്നെയുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ വാതായനം കൂടിയാണ് നമ്മുടെ പ്രിയ താരം സഞ്ജു സാംസണും സഞ്ജു സാംസൺ ഫൗണ്ടേഷനും ഇവർക്കായി ഒരുക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയ താരങ്ങൾ, മലയാളികളുടെ അഹങ്കാരം എന്നും കൂടി പറയാം, അല്ലെ, സ്വകാര്യ അഹങ്കാരം എന്നും കൂടി പറയാവുന്ന എസ് ശ്രീശാന്തും അതുപോലെ തന്നെ ടിനു യോഹനാനും ഇവരാണ്. സോ ഇന്ന് നമുക്കറിയാം ആരായിരിക്കും കേരള എക്സ്പ്രസ്, നമ്മുടെ സ്വന്തം കേരള എക്സ്പ്രസ് ആരായിരിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ തേടി എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺ, ഇറ്റ്സ് മീ ലാൽജേഷ് ലവ്ലി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും നല്ല അത്ലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് കേരളം. ഇവിടെ ഫാസ്റ്റ് ബോളിങ്ങിന് ടാലൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാത്ത ടാലൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളെപ്പോലെയുള്ളവർ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ലോക്കൽ ക്രിക്കറ്റ് കളിച്ച് വന്നവരാണ്. ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ ലോക്കൽ പാടത്തിലും പറമ്പിലും കളിച്ച് ആ ബോളിംഗ് ആസ്വദിച്ച് വന്നവരാണ്. അവിടെയാണ് ശരിക്കും ക്രിക്കറ്റിൻ്റെ വികാരം അകത്ത് വന്നത്. വലിച്ച് വന്നിട്ട് ഒരു ചിന്തയില്ലാതെ വന്ന് വലിച്ച് ബോൾ ഫാസ്റ്റായിട്ട് എറിയാനായിട്ടുള്ള ആഗ്രഹം, അത് ശരിക്കും ആ ടാലൻസ് കിടക്കുന്നത് ആ ഒരു നിലയിലാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കേരളത്തിൽ സജീവമായി സ്ട്രോങ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഇന്ന് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് ഫാസ്റ്റ് ബോളേഴ്സിന് അവസരം കൊടുക്കാനായിട്ട്, അവരെ തിരഞ്ഞെടുക്കാനായിട്ട് ഇന്ന് ഇവിടെ ഒരു സെലക്ഷൻ നടത്തുകയാണ്. വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, 6 ബോൾസ് എറിയുക, അതിൽ നിന്ന് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു കട്ട് ഓഫ് സ്പീഡ് ഉണ്ടാവും, ആ സ്പീഡ് അച്ചീവ് ചെയ്യുന്നതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർ വീണ്ടും 6 ബോൾസ് എറിയും, അതിൽ നിന്ന് വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും. ആൻഡ് ദെൻ ദി ലാസ്റ്റ് 5 or 6 will be picked and then the final 3. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ സ്പീഡാണ്. ഒരുപാട് പ്ലെയേഴ്സിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ കേരളത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു മഹത്വം ഇവിടെ ചേർത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ കേരള എക്സ്പ്രസ് പവർഡ് ബൈ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നിവിടെ വന്നപ്പോൾ തന്നെ കണ്ട പലരുടെയും ഫിസിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇവർക്ക് അതിനുള്ള സ്റ്റഫുണ്ട്, ഫാസ്റ്റ് ബോളിങ്ങിനുള്ള മെറ്റീരിയൽ ഉണ്ടെന്നാണ്. വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. ഇതുപോലുള്ള പരിപാടികൾ ഇനിയും വരണം, കാരണം നമുക്ക് ഇതൊക്കെയാണ് ഒരു ഹോപ്പ് ഉള്ളത്. ഇല്ല, നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടെന്നീസ് ബോളിലെ കളി തുടങ്ങിയത്. സ്പീഡ് അറിയാൻ നമ്മുടെ സ്പീഡ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ അത് യൂസ് ചെയ്യാൻ വന്നു. ഇതുവരെയും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ ഇത് നാട്ടിലിങ്ങനെ ചെറിയ ടെന്നീസ് ബോൾ കളിച്ചു വളർന്നതാണ്. പിന്നെ ടെന്നീസ് ബോൾ കളിക്കാൻ തുടങ്ങി. ഇത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചിട്ടെങ്കിൽ
വളരെയധികം സ്പോൺസേഴ്സ് ഉണ്ട്. പ്യൂമയൊക്കെയാണ് നമ്മുടെ സ്പോൺസർ. അതിലൊരു ടെന്നീസ് ബോൾ എന്ന പ്ലെയർ എന്ന നിലയിൽ കിട്ടുന്നത് വളരെ നന്ദി പറയും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ ഓൾമോസ്റ്റ് ടെന്നീസ് ബോളിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ടെന്നീസ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ സ്പീഡ് ടെസ്റ്റ് നോക്കിയിട്ടില്ല. ഇത് ടെന്നീസ് ബോൾ കളി നേരത്തെ സ്റ്റിച്ച് ബോളിൽ കളിക്കുമായിരുന്നോ അതോ? ഇല്ല, അടിപൊളി. ടെന്നീസ് ബോളിൽ സ്റ്റിച്ച് ബോളിൽ നേരത്തെ ഫസ്റ്റ് ടൈമാണ്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയത് സന്തോഷം. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ബൈ പ്രൊഫഷൻ ടെന്നീസ് ബോളാണ്. ഇതിന്ന് വേണം എന്തെങ്കിലും തീരുമാനിക്കാം. ഇനി മുന്നോട്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് കടക്കാം കേട്ടാ. അങ്ങോട്ടേക്ക് ഇന്ന് പോവാം. Absolutely delicious. Right over T20 for Sanju Samson. It's the second fastest by an Indian. It's been First of all, I think big thanks to Tinu Bhai, I think for coming here and being in this heat. രാവിലെ എത്ര 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ഗോഡ് ഫാദർ എന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും കണ്ടു വളർന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവിന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഭയങ്കര വലിയ സന്തോഷമാണ്. ഞാൻ കളിച്ച് വളർന്ന സ്ഥലം കേരളമാണല്ലോ. അപ്പോൾ ഈ ഗ്രൗണ്ട് സെൻറ്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഞാൻ 14 വയസ്സിൽ വന്നിട്ട് കേരള ടീമിന് വേണ്ടി സെലക്റ്റഡ് ആവണത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻസും നമ്മൾ നാട്ടുകാരെല്ലാവരും ഒരു ചെറിയ ഇമോഷണൽ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഞാനും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വളർന്നതും എനിക്ക് ഇപ്പോഴും വരെ കിട്ടിയിട്ടുള്ള എല്ലാം എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമാണ്. ഞാൻ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടാണ് ഞാൻ അതുവരെ എത്തിപ്പോയതും ഇന്ത്യക്ക് വേണ്ടി ഇപ്പോഴും റിപ്രസെൻറ്റ് ചെയ്യണത് ഇവിടുത്തെ ഒരു റൂട്ട്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ജു നീ ഇത്രയുമായി പക്ഷേ ഇനിയും നിനക്ക് അവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റും, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ടീം നമ്മുടെ സഞ്ജു സാംസൺ ഫൗണ്ടേഷനെ നോക്കാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളെല്ലാവരും ആലോചിച്ചിട്ട് ഒരു നല്ലൊരു സംഭവം നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു ഐഡിയ പെട്ടെന്ന് ഉണ്ടായത്. കേരളത്തിലെയും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും ക്രീമായിട്ടുള്ള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്നാണ്. അതെ. അപ്പോൾ എന്തുകൊണ്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് നമ്മൾ ഈ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അതാണ്. കാരണം നമ്മുടെ MS ധോനി ബൈ മുതൽ നമ്മുടെ ശ്രീശാന്ത് ഏട്ടനും ടിനി ചേട്ടനും ജസ്പ്രീത് ബുംറയും അവരും കളി തുടങ്ങിയത് ടെന്നീസ് ബോളിൽ നിന്നാണ്. അപ്പോൾ ആ തുടക്കം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ അവിടെ വരെ എത്താൻ പറ്റി, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു IPL സ്റ്റാൻഡേർഡിൽ എത്തിക്കാൻ പറ്റിയ അത്രയും വലിയൊരു സന്തോഷം നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ടെന്നീസ് ബോൾ ആൾക്കാരാണ് നമ്മുടെ ഈ ക്രിക്കറ്റിലെ ഒരു നമുക്ക് എല്ലാവർക്കും ബ്രോ കളിക്കുമായിരിക്കുമല്ലോ. ക്രിക്കറ്റ് എത്ര ക്രിക്കറ്റ് ബോളിൽ കളിച്ചാലും ടെന്നീസ് ബോളിൽ പറമ്പിൽ കൂട്ടുകാരോട് അലുമ്പ് മൂന്ന് കളിക്കേണ്ട ഒരു രസം വേറെ തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ക്രീമിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ തുടങ്ങാൻ പോവുകയാണ്. വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഞാനും, അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോരുത്തരും എക്സൈറ്റഡ് ആണെന്ന് തീർച്ചയാണ്. സോ കേരള എക്സ്പ്രസ് പവർഡ് ബൈ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ വളരെ നല്ലൊരു ഇനീഷ്യേഷന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്.
8 നിന്ന് നമ്മൾ 5 ആക്കി. അനൗൺസ് ചെയ്യുന്ന ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ അനൗൺസ് ചെയ്യാം. 1 സായി വെങ്കട്ട്, 2 ജിതിൻ ജോയി, അബ്ദുൾ അസദ്. പ്യുവർലി ഇതുപോലെ ആരും കാണപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ടാലൻസിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരേ ആലോചനയോടെ മാത്രം തുടങ്ങിയിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന 3 പേർക്ക് പ്യൂമയുടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നു. അതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന ഒരാൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. മാത്രമല്ല IPL ഫ്രാഞ്ചൈസികളിലൊക്കെ നെറ്റ് ബോളറായിട്ടൊക്കെ സെലക്ഷൻ കിട്ടാനും അതിനുശേഷം ചിലപ്പോൾ മേ ബി അവരുടെ കഴിവുകൊണ്ട് ചിലപ്പോൾ മെയിൻ ലീഗ് പ്ലെയേഴ്സ് ആവാനും ഒക്കെ ഉള്ള സാധ്യതകൾ മുമ്പോട്ട് വെക്കുന്ന ഒരു നോബിൾ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. സഞ്ജു നമ്മളൊക്കെ വന്നത് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ്. സഞ്ജു പോലും രാജസ്ഥാൻ റോയൽസിൻ്റെ അവിടെ നെറ്റ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറിൽ നിന്ന് അവിടെ നിന്ന് സ്പോട്ട് ചെയ്യപ്പെട്ട് പിന്നീട് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ആവുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നു എന്നൊക്കെ പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന പോലെ ഒരു വലിയ സക്സസ് സ്റ്റോറിയാണ് സഞ്ജുവിൻ്റെ തന്നെ. അപ്പോൾ അതുപോലത്തെ സ്റ്റോറീസ് ഇനിയും ഉണ്ടാവട്ടെ. അതിന് ഇത്തരം ഇനിഷ്യേറ്റീവ്സ് സഞ്ജു എത്തിയ ആ മേഖലയിൽ നിന്ന് തന്നെ തിരിച്ചും കമ്മ്യൂണിറ്റിക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് വന്ന വഴിയിലേക്ക് തിരിച്ച് മറ്റുള്ളവരെ കൂടെ കൈപിടിച്ച് കയറ്റുവാനുള്ള ഒരു അറ്റംപ്റ്റാണിത്. ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നുന്നു. ഇതിനകത്ത് എനിക്കൊന്ന് വന്നേക്കുന്ന ഇന്ന് കളിച്ച ആരും മോശക്കാരില്ല. എനിക്കൊന്ന് എല്ലാവർക്കും അവരുടേതായ ഒരു മനോധർമ്മം ഉള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വലിയ നിലയിൽ എത്തട്ടെ, ഇതിന് കാരണമാവട്ടെ. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ ഇന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടാലൻസിനെ കാണാൻ കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ കൂടെ ആക്റ്റീവായിട്ട് ഒരു IPL ടീം ക്യാപ്റ്റൻ നമ്മളുടെ കൂടെ ഈ ഒരു ഫംഗ്ഷന് ഈ ഒരു സാധനം ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ വലിയ കാര്യം. ഓൾറെഡി ക്രിക്കറ്റ് ബോളിൽ എറിഞ്ഞ് ശീലമുള്ള പ്ലേയേഴ്സ് നമുക്ക് വേണ്ട. ടെന്നീസ് ബോളിൽ മാത്രം നല്ല ടാലന്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സിനെ ബ്രോ ഒന്ന് സെലക്ട് ചെയ്ത് തരണം. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ കാണും. നമ്മൾ ഇവിടെ നിന്നാണ് സ്വപ്നങ്ങൾ വലുതാവുന്നത്. അപ്പോൾ ആ സ്വപ്നങ്ങൾ എത്തുന്നവരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തോ ഇല്ലേ, നാട്ടുകാർ പലതും പറയും, കൂട്ടുകാർ പലതും പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുകയാണ് എനിക്കത് കിട്ടും, ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടെ എത്താൻ പറ്റും. അത് ഇന്ത്യ ആയിക്കോട്ടെ, അത് ഏത് ടീം വേണോ ആയിക്കോട്ടെ, അത് നടക്കും. അത് നടക്കുമെന്ന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനും പിന്നിച്ചേട്ടനും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിയും ഒരു വലിയ എക്സാമ്പിൾ നിങ്ങൾക്കില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ കാലത്തിലില്ല ടീച്ചേട്ടൻ, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും നമുക്ക് ഇന്ത്യ കളിക്കണം. അപ്പോൾ കൂടെ ഉള്ളവരെ കളിയാക്കും. എൻ്റെ കൂടെ അപ്പുറത്ത് സ്റ്റേറ്റ് കളിക്കണം, ഈ കേരളത്തിലൊക്കെ ഇങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് 100% ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ സ്വപ്നം ഞാൻ ഒരു ദിവസം സക്സസ് ആക്കും, അത് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഞാൻ പറയണ
എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും, ഏറ്റവും ഹയസ്റ്റ് തന്നെ എയിം ചെയ്യണം. ചെറിയ ചെറിയ എയിംസ് വേണ്ട, നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ, ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ബോളർ ആവണമെന്നാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊരു ദിവസം ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ട് എത്തിയിരിക്കും. മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അതിനുവേണ്ടി കളി ഇവിടെ അല്ല, ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ല കളി, ബാക്കിയുള്ള 24 മണിക്കൂർ ആണ് കളി. നിങ്ങൾ ഗ്രൗണ്ടിന്റെ പുറത്ത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ നോക്കുന്നത്, ഹൗ ആർ യു ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി, നിങ്ങൾ നിങ്ങളുടെ പഠിത്തം എത്രമാത്രം സെക്യൂർ ആക്കുന്നത്, നിങ്ങൾ ബാക്കി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ട് ചെയ്യുന്നു, അത്രയും ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡി ട്രെയിനിങ് എങ്ങനെ ചെയ്യണം, റിക്കവറി എങ്ങനെ ചെയ്യണം, നമ്മുടെ നാട്ടുകാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, വീട്ടുകാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് നമ്മൾ നമ്മുടെ അകത്ത് കൊണ്ടുവരുമ്പോൾ ഈ കളി കുറച്ച് എളുപ്പമായി മാറും. അപ്പോൾ ആ ഓഫ് ദ ഫീൽഡ് സംഭവങ്ങൾ റെഡിയാക്കിയ ഓൺ ദ ഫീൽഡ് സംഭവങ്ങൾ റെഡിയാക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. പിന്നെ ഇപ്പോൾ ജയിച്ചവർ നമ്മളെല്ലാവരും കോൺടെസ്റ്റിന് ഇവിടെ വന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരുമാണ് വിന്നേഴ്സ്. പക്ഷെ ഇന്ന് ഈ സമയത്ത് വൈകിട്ടത്തെ ആ സമയത്ത് ഒരു സ്പീഡ് കൂടുതൽ എറിഞ്ഞ ഒരാളാണ് നമ്മൾ വിന്നറായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും മനസ്സിലെടുക്കല്. പക്ഷെ തോക്കുന്നതൊക്കെ നല്ലതാണ്, ജീവിതത്തിൽ കുറച്ച് ഇടയ്ക്കൊക്കെ തോക്കണം. അപ്പോൾ നമ്മുടെ വിന്നർ ഇന്നത്തെ സായി വെങ്കട്ട്.